ആഹാ, തന്തയില്ലാത്തവനാണെങ്കിൽ മറ്റേ ബിനോയ്യ. ഇന്നവനെ കാണാൻ പറ്റില്ല. അതെന്താ? ഇന്നവന്റെ കാമുകിയുടെ കല്യാണോ? കാമുകിയുടെ കല്യാണോ? 5-6 മാസം കൂടുമ്പോ ചെറുക്കനൊരു പ്രേമം വരും. കുറച്ചു ദിവസം കഴിയുമ്പോ അതിന്റെ കല്യാണവും വരും. അവിടെ പോയി അലമ്പുണ്ടാക്കൽ അവന്റെ പ്രധാന പണി. നിൽക്കൂ, എന്നെ വഞ്ചിച്ചവളെ, നിനക്കുള്ള വിവാഹ സമ്മാനം ഇതാ. ഞാൻ വരുന്നു. നിനക്കെന്നെ മനസ്സിലായോ? എങ്കി പറ, ആരാ? ജാൻസിയുടെ ആങ്ങളല്ലേ? ഞാനൊരു കത്ത് കൊടുത്തു എന്നുള്ളത് സത്യം. പക്ഷെ അതിന്റെ പേരിൽ ഇടിക്കാനോ ചവിട്ടാനോ വന്നിരിക്കണമെങ്കിൽ ഈ കണ്ടീഷനാണ് ചെയ്തേക്കണം. ആരാതിരിക്കണെന്ന് പറഞ്ഞത്? ഗോമസംഗിൾ. അതല്ലേ, വേറെ കോടിക്കണക്കിന് സ്വത്തുക്കൾ. അതല്ലാതെ വേറെ കാസിനോ? മോളെന്ന് പറഞ്ഞില്ലേ? മോളോ? മോളിലല്ല, മോളെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, ഒറ്റ മോള് എമിലി. എന്നിട്ട് കളിക്കാണ് എന്റെ അടുത്ത്. എത്ര വയസ്സ്? 65. 65 വയസ്സുള്ള മോളാ. ഗോമസംഗിളിന് ഇപ്പൊ 65 വയസ്സ്. നമ്മൾ അവിടെ നിന്ന് പോരുമ്പോ അങ്ങയുടെ ഭാര്യ ഗർഭിണി. ഇപ്പൊ പെറ്റിട്ട് 25 വർഷമായിട്ടുണ്ടാവും. അപ്പൊ ഒറ്റ മോൾ എമിലിക്ക് 25 വയസ്സ്. എന്തിടാ? ഓക്കെ, എന്നാ പോവാം. ഈ സക്കറിയ പറയുന്ന പോലെ സംഭവിച്ച ഗോമസംഗിൾ എനിക്ക് എന്തെങ്കിലും തന്ന അതിനൊക്കെ അവകാശം നീയാ. ഞാനത് മറന്നു. സിമ്രാന്റെ കാര്യം മാത്രമേ ഓർമ്മയിലുണ്ടായുള്ളൂ. പെണ്ണാരാന്ന് പറഞ്ഞാൽ സാറിന്റെ മുഖത്ത് ഈ പരിഹാസച്ചേരി പടി കടന്ന് പമ്പ കടക്കും. സാറ് ഞെട്ടും. രജിസ്റ്റർ മാരേജ് കഴിയുന്നവരെ സാർ ഇത് പുറത്തു പറയരുത്. പറയൂ. ഹോം മിനിസ്റ്ററുടെ ഒരേ ഒരു മകളാ. ഹോം മിനിസ്റ്ററുടെ മോളെയാണോ നീ പ്രേമിക്കുന്നത്? ഞാൻ ആ കുട്ടിയുമായിട്ട് ചെറിയ